വെയ്റ്റ് ലോസ് സമയത്ത് വിറ്റാമിനുകളും ന്യൂട്രീഷ്യൻസ് അഥവാ പോഷകങ്ങളും അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഇതിലെ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് കലോറി കുറയ്ക്കുമ്പോഴും പോഷകങ്ങൾ കുറയാതിരിക്കാനാണ്. അതായത് നമ്മൾ വെയ്റ്റ് ലോസ് ചെയ്യുമ്പോൾ സാധാരണയായിട്ട് കലോറി കുറയ്ക്കും. കലോറി കുറയുമ്പോൾ ശരീരത്തിന് ആവശ്യമായ വിറ്റാമിനുകളും മിനറൽസും പോഷകങ്ങളൊക്കെ ലഭിക്കാതെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിറ്റാമിൻസും ന്യൂട്രീഷ്യൻസും അടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ മെറ്റബോളിസം നന്നായി പ്രവർത്തിക്കാനാണ്. വിറ്റാമിനുകളും മിനറൽസും ഭക്ഷണത്തെ ഊർജ്ജമാക്കി മാറ്റുന്ന പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സോ ഇവ കുറഞ്ഞാൽ ക്ഷീണം, ബലക്കുറവ് എന്നിവ അനുഭവപ്പെടാം. നെക്സ്റ്റ് റീസൺ എന്ന് പറയുന്നത് മസിൽ സംരക്ഷിക്കാനാണ്. വെയ്റ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഫാറ്റ് ലോസിനൊപ്പം അതായത് കൊഴുപ്പിനൊപ്പം മസിലുകളും നഷ്ടപ്പെടാതിരിക്കാൻ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കണം. പ്രത്യേകിച്ച് വിറ്റാമിൻ ബി, മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നിവ ഇതിന് സഹായിക്കുന്നു. നെക്സ്റ്റ് റീസൺ എന്ന് പറയുന്നത് രോഗപ്രതിരോധ ശേഷി നിലനിർത്താനാണ്. കലോറി കുറയ്ക്കുമ്പോൾ ശരീരത്തിന് കൂടുതൽ സമ്മർദ്ദം ഉണ്ടാവാം. വിറ്റാമിൻ സി, വിറ്റാമിൻ എ, സിങ്ക് തുടങ്ങിയ പോഷകങ്ങൾ പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തും. നമ്മളെല്ലാവരും വെയ്റ്റ് ലോസ് ചെയ്യുന്ന ടൈമിൽ ഭക്ഷണം കുറയ്ക്കുക എന്നാണ് ഫോക്കസ് ചെയ്യുക. പക്ഷേ ഭക്ഷണം കുറയ്ക്കുക മാത്രമല്ല, എല്ലാ പോഷകങ്ങളും ലഭിക്കുന്ന രീതിക്കുള്ള ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക, ഡയറ്റിൽ ഉൾപ്പെടുത്തുക. എന്നാൽ മാത്രമാണ് നമുക്ക് ആരോഗ്യകരമായ രീതിയിൽ ഫാറ്റ് ലോസ് ചെയ്യാൻ, അതായത് കൊഴുപ്പ് കുറയ്ക്കാനും ഊർജ്ജം നിലനിർത്താനും സഹായിക്കുകയുള്ളൂ. വെയ്റ്റ് ലോസ് സമയത്ത് ഏതെല്ലാം വിറ്റാമിനുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കണം, ഏതെല്ലാം ഭക്ഷണത്തിൽ നിന്ന് വിറ്റാമിനുകൾ ലഭിക്കും എന്നത് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്.